ഇടുക്കിയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമ ഭേദഗതികൾ ഉൾപ്പെടെ സർക്കാർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. അടിമാലി മണ്ണിടിച്ചിൽ ദുരിതബാധിതർക്കുള്ള 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. അടിമാലി മണ്ണിടിച്ചിൽ ദുരിതബാധിതർക്കുള്ള 10 ലക്ഷം രൂപ വീതമുള്ള നഷ്ടപരിഹാരം ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ.പി. അനിൽകുമാർ. ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ മൂലം പൊതുജനങ്ങൾക്ക് പരാതിയുണ്ടാകരുതെന്നും മന്ത്രി നിർദ്ദേശം നൽകി. ഇടുക്കിയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും 2ാം ഭൂപരിഷ്കരണ നിയമമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അർഹരായവർക്ക് പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കുമെന്നും സർക്കാർ ഭൂമി കയ്യേറുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളാണ് നമുക്ക് ബന്ധപ്പെട്ടത് ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അത് ലഭിക്കാനുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമുണ്ട്. അത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ നിലപാട് തന്നെയാണ് ഗവൺമെന്റ് എടുക്കുക. ഗവൺമെന്റ് ഭൂമി വ്യക്തികളും കൂട്ടമായും കയ്യേറുക എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത ഒരു വിചിത്രമായ ഒരു അനുഭവമാണ്. അത് അംഗീകരിക്കാൻ നമുക്കെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ജില്ലയിൽ കൂടുതൽ സർവേയർമാരെ നിയമിക്കാനും റവന്യൂ വകുപ്പിന് കൂടുതൽ വാഹനങ്ങൾ അനുവദിക്കാനും സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇടുക്കിയിലെ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സൗകര്യങ്ങളും ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും പരിഗണിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2011 മുതൽ ജില്ലയിൽ 54,485 LA പട്ടയങ്ങളും 258 LT പട്ടയങ്ങളും 4,421 മിച്ചഭൂമി പട്ടയങ്ങളും വിതരണം ചെയ്തതായി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് യോഗത്തിൽ പറഞ്ഞു. ജില്ലയിൽ ഡിജിറ്റൽ സർവേ 13.07% പൂർത്തിയായി. യോഗത്തിൽ റവന്യൂ വകുപ്പ് സെക്രട്ടറി ജീവൻ ബാബു, സർവേ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അരുൺ ജെയോ, ദേവികുളം സബ് കളക്ടർ VM ആര്യ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മിനി കെ ജോൺ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില അല്ലേ? അതെ. 22 വർഷത്തെ പാരമ്പര്യമുള്ള 50-ലേറെ ബ്രാഞ്ചുകളുള്ള നിങ്ങളുടെ സ്വന്തം അച്ചായൻസ് ഗോൾഡ്.